ചാപ്റ്റർ 1 ഇലാസ്റ്റിസിറ്റി. ഇലാസ്റ്റിസിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് കോൺസെപ്റ്റ്സ് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ചുറ്റുമുള്ള എല്ലാ സബ്സ്റ്റൻസസിനെയും നമുക്ക് പല ഡിഫറെൻറ്റ് ക്ലാസ്സുകളായിട്ട്, ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ പറയുകയാണെങ്കിൽ സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസസ്, അങ്ങനെ തന്നെ നമുക്ക് ഓരോ അവസ്ഥകളിലുള്ള സബ്സ്റ്റൻസായിട്ട് നമുക്ക് ഓരോന്നിനെയും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ തന്നെ സോളിഡ്സ് എന്നുള്ളൊരു ക്ലാസിഫിക്കേഷൻ, ആ ഒരു കാറ്റഗറി എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം അതിനെ വീണ്ടും പല രീതിയിൽ നമുക്കതിൻ്റെ പല പല ക്രൈറ്റീരിയ വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്ത് വീണ്ടും അതിനെ വേറെ വേറെ ഗ്രൂപ്പാക്കാൻ പറ്റും. അപ്പോൾ അതിൽ തന്നെ നമുക്ക് പ്രധാനപ്പെട്ടിട്ട് പറയുന്ന കാര്യമാണ് സോളിഡ്സിൻ്റെ 2 ക്ലാസിഫിക്കേഷൻ. എന്തൊക്കെയാണ്? ക്രിസ്റ്റലൈൻ സോളിഡ്സും അതുപോലെ അമോർഫസ് സോളിഡ്സും. അപ്പോൾ എന്താണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്, എന്താണ് അമോർഫസ് സോളിഡ്സ്? കെമിസ്ട്രിയിലും ഫിസിക്സിലൊക്കെ മുൻപ് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള മെറ്റീരിയൽ, ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള സോളിഡ്സിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഉള്ളിലുള്ള കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക? കൃത്യമായിട്ടുള്ള ഒരു പീരിയോഡിക് അറേഞ്ച്മെൻറ്റിലായിരിക്കും അതിൻ്റെ ഉള്ളിൽ, അതായത് ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ ഉള്ളിൽ ആറ്റംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ അമോർഫസ് ആയിട്ടുള്ള സോളിഡ്സിൻ്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കും ആറ്റംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക? അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ളൊരു പീരിയോഡിക് അറേഞ്ച്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ അനൈസോട്രോപ്പിക് ഇൻ നാച്ചറാണ്. അതിൻ്റെ എക്സാമ്പിൾസ് വരുന്നത് NaCl, CaCl ഒക്കെയാണ്. അപ്പോൾ നമുക്കറിയാം ഒബ്വിയസ്ലി അപ്പം അമോർഫസ് സോളിഡ്സ് എന്നുള്ളത് ഐസോട്രോപ്പിക് ഇൻ നാച്ചർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൻ്റെ ആറ്റംസിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഈ ഒരു ഫിഗർ നോക്കിയാൽ മനസ്സിലാവുന്നുണ്ട്. ക്രിസ്റ്റലൈനിലുള്ള ആറ്റംസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? കൃത്യമായിട്ടുള്ളൊരു പീരിയോഡിക് അറേഞ്ച്മെൻറ്റിലാണ്. പക്ഷേ നമുക്ക് അമോർഫസിൽ നോക്കിയാൽ അറിയാം ഒരു ഇറഗുലർ ആയിട്ടുള്ള, കൃത്യമായിട്ടുള്ളൊരു പീരിയോഡിക് അറേഞ്ച്മെൻ്റ് ഒന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് നമ്മളെ ആറ്റംസ്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ടുള്ള ആറ്റംസ് ഇരിക്കുന്നത്, അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെയാണ് ക്രിസ്റ്റലൈൻ, അമോർഫസ് എന്നിങ്ങനെ 2 കാറ്റഗറി ആയിട്ട് സോളിഡ്സിനെ തരംതിരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കറിയുന്ന കാര്യമാണ്. ഇനി നമുക്ക് ഇലാസ്റ്റിസിറ്റി എന്നുള്ള ഫിനോമിന അതെന്താണെന്ന് നോക്കാം. ഒരു സോളിഡ് ബോഡിയിൽ നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അറ്റോമിക് കോൺഫിഗറേഷനിൽ സ്ലൈറ്റ് ആയിട്ടുള്ള ചേഞ്ച് വന്നിട്ട് അതിനൊരു ഡീഫോർമേഷൻ സംഭവിക്കും. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണത്. ഏതൊരു സോളിഡ്സിൻ്റെ മുകളിൽ നമ്മളൊരു എക്സ്റ്റേണൽ പ്രഷർ, എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലെ കൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ്, ആറ്റംസിന് അതിൻ്റെ പൊസിഷൻ എല്ലാ കാര്യത്തിനും ചേഞ്ചൊക്കെ വന്നിട്ട്, ചെറിയ ചേഞ്ച് വന്നിട്ട് എങ്ങനെ സംഭവിക്കും? അതിൻ്റെ ഒരു ഡീഫോർമേഷൻ, അതിൻ്റെ ആദ്യം ഉണ്ടായിരുന്ന രൂപത്തിന് ഡീഫോം ചെയ്യും അല്ലേ? അങ്ങനെ സംഭവിക്കും. ഇപ്പോൾ നമ്മൾ ആ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടാണ് അങ്ങനെ ഒരു മാറ്റം വന്നത്. നമ്മൾ ആ എക്സ്റ്റേണൽ ഫോഴ്സിനെ വിത്ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ സോളിഡ് അതിൻ്റെ ഡീഫോർമേഷൻ മാറ്റിയിട്ട് അതിന് പഴയ രൂപത്തിലോട്ട് തന്നെ തിരിച്ചു വരാൻ സാധിക്കുന്ന ആ ഒരു അവസ്ഥ, ആ ഒരു കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഡീഫോമിങ് ഫോഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്, ആ ഒരു സോളിഡിന് അതിൻ്റെ ഒറിജിനൽ കോൺഫിഗറേഷൻ റീസ്റ്റോർ ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ആ ഒരു സോളിഡിനെ ഇലാസ്റ്റിക് എന്ന് പറയാം. ഇലാസ്റ്റിക് സോളിഡാണ് എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ നമുക്ക് അങ്ങനെ അതിൻ്റെ പഴയ ഫോമിലേക്ക് റീസ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാം? പ്ലാസ്റ്റിക് ആയിട്ടുള്ള സോളിഡാണെന്ന് പറയാം. അപ്പോൾ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഇൻഇലാസ്റ്റിക്, ഇലാസ്റ്റിക് അല്ലാത്തത് ആണ് നമ്മൾ പ്ലാസ്റ്റിക് എന്ന് വിളിക്കുന്നത്. ഇൻഇലാസ്റ്റിക് എന്ന് പറയാം, അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആണെന്ന് പറയാം. അപ്പോൾ ഇലാസ്റ്റിക് ബോഡീസിൻ്റെ എക്സാമ്പിൾസ് ആണ് മെറ്റൽസ്, വുഡ്, കോൺക്രീറ്റ് ഒക്കെ. റിജിഡ് ആയിട്ടുള്ള കുറച്ച് നമ്മുടെ സോളിഡ്സാണ്, റിജിഡ് സോളിഡ്സാണ് കൊടുത്തിട്ടുള്ളത്. മെറ്റൽസ്, വുഡ്, കോൺക്രീറ്റ് ഒക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇലാസ്റ്റിക് ആയിട്ടുള്ള സോളിഡ്സിന് എക്സാമ്പിൾസ് ആണ്. പിന്നെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കും പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക്കും ആയിട്ടുള്ള കുറച്ച് സബ്സ്റ്റൻസസിൻ്റെ എക്സാമ്പിൾസ് പറയാം. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് സബ്സ്റ്റൻസിൻ്റെ എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളത് ക്വാർട്സ് ഫൈബർ, ഫോസ്ഫർ,
ബ്രോൺസ്, റബ്ബർ ബാൻഡൊക്കെയാണ്. പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ബോഡി ആയിട്ടുള്ളതിൻ്റെ എക്സാമ്പിൾസ് ക്ലേ, വാക്സ്, പുട്ടി, ഡഫ് ഒക്കെയാണ്. അപ്പോൾ അത് നിങ്ങൾ എക്സ്ട്രാ അറിവിന് വേണ്ടി ഓർത്ത് വയ്ക്കുക. ടെക്സ്റ്റിൽ അങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ എക്സാമ്പിൾസ് ഒന്നും കൊടുത്തിട്ടില്ല. പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടൊന്നുമില്ല. ജസ്റ്റ് ഈ എക്സാമ്പിൾസ് അറിഞ്ഞു വയ്ക്കുക. റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. അതിൻ്റെ ഡെഫിനേഷനും എക്സാമ്പിളും ഒക്കെയാണ് ഈ ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. അത് നോക്കാം. എ സോളിഡ് ബോഡി ഈസ് സെഡ് ടു ബി റിജിഡ് if the relative position of constituent particles remains unchanged by the action of external forces. അപ്പോൾ നമ്മൾ ഒരു സോളിഡ് ബോഡിയുടെ മുകളിൽ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലെ കൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ റിലേറ്റീവ് പൊസിഷൻ ചേഞ്ച് ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ, റിമെയിൻ അൺചേഞ്ച്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സോളിഡ് ബോഡീനെ റിജിഡ് ബോഡിയാണെന്ന് പറയാം. അപ്പോൾ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തായാലും അതൊരു ഡിഫോർമേഷൻ ഉണ്ടാവണമെങ്കിൽ ആ ഒരു കൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ പൊസിഷനിൽ ചേഞ്ച് വന്നിട്ടുണ്ടാവും. പക്ഷെ അത് ഇപ്പം ഇൻഡിവിജ്വലി നമ്മൾ 2-3 പാർട്ടിക്കിൾസിനെ സെലക്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ 3 പാർട്ടിക്കിൾസിനും ഇപ്പോൾ ഒരു മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഇപ്പോൾ ഒരു ആദ്യത്തെ 3 പാർട്ടിക്കിളിനെ നമ്മൾ എടുത്തു വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഈ ഒരു ബോഡിയുടെ മുകളിൽ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ 3 പാർട്ടിക്കിൾസ് ആദ്യത്തെ പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്ക് ചേഞ്ച് ചെയ്ത് വയ്ക്കുക. അപ്പോൾ റിലേറ്റീവ് ചേഞ്ച് പൊസിഷൻ എപ്പോഴും കോൺസ്റ്റൻ്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവർ ഒരേ രീതിക്കായിരിക്കും പൊസിഷൻ ചേഞ്ച്, ഡിഫോർമേഷൻ സംഭവിക്കും, പൊസിഷൻ മാറുന്നതും ഒരേ രീതിയിലായിരിക്കും. അപ്പോൾ എന്താണ് ആസ് എ റിസൾട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? റിലേറ്റീവ് പൊസിഷൻ ഓഫ് ഈ 3 പാർട്ടിക്കിൾസ് റിമെയിൻ അൺചേഞ്ച്ഡ് ആയിട്ടായിരിക്കും എന്ന് പറയാം. അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള, അതായത് ഈ റിജിഡായിട്ടുള്ള സോളിഡ് ബോഡീസിൻ്റെ ഉള്ളിലുള്ള കൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് എല്ലാം അതിന് മുകളിൽ നമ്മളൊരു എന്ത് ഫോഴ്സ് അപ്ലൈ ചെയ്താലും ആ കൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ റിലേറ്റീവ് പൊസിഷൻ മാറാതെ നിൽക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത്തരം സോളിഡ്സിനെ റിജിഡ് സോളിഡ്സാന്ന് പറയാം. അതിൻ്റെ എക്സാമ്പിൾസാണ് സ്റ്റീല്, കോൺക്രീറ്റ് ഒക്കെ. ഒക്കെ അങ്ങനെ റിജിഡായിട്ടുള്ള സോളിഡ്സാണ്. പിന്നെ എക്സ്ട്രാ വേറൊരു പോയിൻറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. റബ്ബർ ട്യൂബ്സ്, സ്പോഞ്ചി സബ്സ്റ്റൻസ് ആർ നോട്ട് റിജിഡ്. അപ്പോൾ ഈ റിജിഡ് അല്ലാത്ത 2 സബ്സ്റ്റൻസിൻ്റെ എക്സാമ്പിളാണ് റബ്ബർ ട്യൂബ്സും സ്പോഞ്ചി സബ്സ്റ്റൻസൊക്കെ. അത് നമുക്കത് അറിയാവുന്ന കാര്യം തന്നെയാണ്. അതിൻ്റെ ഉള്ളിലെ കൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ ഇങ്ങനെ പൊസിഷൻ ചേഞ്ച് ഒക്കെ നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള കൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നത് റിലേറ്റീവ് പൊസിഷൻ റിമെയിൻ അൺചേഞ്ച്ഡ് ആയിട്ട് നിൽക്കില്ല. അതായത് അത് മാറിക്കൊണ്ടിരിക്കും. ഒരു പൊസിഷൻ ചേഞ്ച് ചെയ്യുന്ന ഓരോ രീതിക്കായിരിക്കും. അപ്പോൾ റിലേറ്റീവ് പൊസിഷൻ എപ്പോഴും ഒരേപോലെ ആയിട്ട് ഇരിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. റിജിഡ് ബോഡി അല്ലാത്തതിൻ്റെ എക്സാമ്പിൾസാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഇലാസ്റ്റിസിറ്റിയെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണം. അപ്പം ഇലാസ്റ്റിസിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കവിടെ ഹൂക്സ് ലോനെ കുറിച്ച് എന്തായാലും പറയണം. ഹൂക്സ് ലോ എന്താ പറയുന്നത്? ഹൂക്സ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവും. ഹൂക്സ് ലോ വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഡിഫോർമേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് ഫോഴ്സ്. അപ്പോൾ നമ്മൾ ഒരു സോളിഡിൻ്റെ മുകളിൽ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് അതിന് ഡിഫോർമേഷൻ സംഭവിക്കുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഈ ഒരു നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം അതിന് ഡിഫോർമേഷൻ സംഭവിക്കും. അപ്പോൾ അത് തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, ഈ ഉണ്ടാവുന്ന ഡിഫോർമേഷനും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടിരിക്കുന്ന 2 ക്വാണ്ടിറ്റീസ് ആണെന്ന് പറയുന്ന ഒരു ലോ ആണ് ഹുക്സ് ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു ലോ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് വേറെ 2 ടേംസ് പഠിക്കണം. ഏത് 2 ടേംസാണ്? സ്ട്രെസ്സും സ്ട്രെയിനും എന്താണെന്ന് പഠിക്കണം. നമുക്ക് സ്ട്രെസ് എന്താ, സ്ട്രെയിൻ എന്താണെന്ന് നോക്കാം. സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഡിഫോമിങ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, ഒരു യൂണിറ്റ് ഏരിയയിൽ എത്ര ഡിഫോമിങ് ഫോഴ്സ് ആക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് സ്ട്രെസ്സ്. നമ്മളവിടെ ആ ഒരു ബോഡിയുടെ ഡിഫോർമേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എത്രത്തോളം ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള ആ ഒരു മെഷർമെൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സ്ട്രെസ് എന്നുള്ള ക്വാണ്ടിറ്റി ഉപയോഗിക്കുന്നത്. സ്ട്രെസ് is a measure of force that causes deformation of the body
ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിഫോമിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. സ്ട്രെസ് ഈക്വൽ ടു F/A, ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ അങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. F/A സ്ട്രെസ് ഇക്വേഷൻ നമ്പർ 1 എന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ യൂണിറ്റ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ്. അപ്പോൾ യൂണിറ്റ് എന്താ പറയുക, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, പിന്നെ ബൈ എ ആണ്, അപ്പോൾ ബൈ മീറ്റർ സ്ക്വയർ. ഏരിയയുടെ യൂണിറ്റാണ് മീറ്റർ സ്ക്വയർ. സോ സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് എന്തായിട്ട് വരുന്നു, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. പിന്നെ ഡയമെൻഷണൽ ഫോർമുല വരുന്നത് ml⁻⁻1 T⁻². അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഡയമെൻഷണൽ ഫോർമുല ml⁻⁻1 T⁻² ആയെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്, നമ്മൾ +1 പഠിച്ചുള്ള കാര്യമാണ് ഡയമെൻഷണൽ ഫോർമുല എഴുതാനുള്ളത്. അപ്പോൾ അതൊന്നും കൂടി നമുക്ക് ഒന്ന് റീകളക്ട് ചെയ്യാം. അപ്പോൾ എന്താണ്, ഫോഴ്സ് ഈക്വൽ ടു എം എ ആണ്. F ഈക്വൽ ടു എം എ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. F ഈക്വൽ ടു എം എ. F ഈക്വൽ ടു എം എ ആണ്. ആ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല ആദ്യം എഴുതാം. അപ്പോൾ എം എന്നാകുമ്പോൾ നമ്മൾ ഡയമെൻഷണൽ ഫോർമുലയിൽ എന്ത് കാണിക്കും, ക്യാപിറ്റൽ എം എന്നുള്ള ലെറ്റർ കാണിക്കും. അതുപോലെ എ എന്നുള്ളത് ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ്റെ ഡയമെൻഷണൽ ഫോർമുല എങ്ങനെ എഴുതാം, L⁻² എന്നാണ് എഴുതുക. ഫോഴ്സിൻ്റെ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എം എ എന്നുള്ളതാണ് അല്ലേ. എങ്ങനെയായിരുന്നു, എമ്മും എയുമാണ്. അപ്പോൾ നമുക്ക് എമ്മിൻ്റെ മാസിൻ്റെ അറിയാം എം ആണ്, എയുടേത് അറിയാം എന്താ L⁻². അപ്പോൾ നമുക്ക് എഫിൻ്റെ എങ്ങനെ എഴുതാൻ പറ്റും, ml⁻² എന്ന് എഴുതാം. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല കിട്ടി. പിന്നെ നമുക്കറിയാം സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്താണ്, F/A എന്നാണ്. നമുക്ക് ഫോഴ്സിൻ്റെ കിട്ടിക്കഴിഞ്ഞു. ഇനി ഏരിയയുടെ അറിയണം. ഏരിയ എന്താ, ഏരിയയുടെ ഡയമെൻഷണൽ ഫോർമുല എന്താ, ഏരിയയുടെ ഡയമെൻഷണൽ ഫോർമുല L² അല്ലേ. L² ആണ് ഏരിയയുടെ ഡയമെൻഷണൽ ഫോർമുല. അപ്പോൾ നമുക്ക് സ്ട്രെസ്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എഴുതാമല്ലോ. എന്താണ്, F/A ആണ് നമ്മുടെ ഇക്വേഷൻ. സോ നമുക്ക് ആദ്യം എഫിൻ്റെ ഡയമെൻഷണൽ ഫോർമുല മുകളിൽ എഴുതണം. ml⁻² ഡിവൈഡഡ് ബൈ നമുക്കറിയാം ഏരിയയുടെ ഡയമെൻഷണൽ ഫോർമുല L², അത് എഴുതി. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, അപ്പോൾ ഇതിൽ നോക്കിയാൽ അറിയാം ഈ ഒരു L²ഉം എല്ലും കൂടെ നമുക്ക് L²ലെ ഒരു എല്ലും മുകളിലത്തെ ന്യൂമറേറ്ററിലുള്ള ഒരു എല്ലും തമ്മിൽ വെട്ടിക്കളയാം. അപ്പോൾ വെട്ടിപ്പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് എന്താ ഉള്ളത്, mT⁻² ഡിവൈഡഡ് ബൈ L ആണ്. ഡിവൈഡഡ് ബൈ L എന്നുള്ളത് നമുക്ക് മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ, അതായത് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകാൻ എങ്ങനെ എഴുതണം, L ഇൻവേഴ്സ് എന്ന് എഴുതണം അല്ലേ. L⁻⁻1 എഴുതണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഡയമെൻഷണൽ ഫോർമുല എങ്ങനെ എഴുതാം, ml ഇൻവേഴ്സ് T⁻², ml⁻⁻1 T⁻² അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രെസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല വരുന്നത്, ml⁻⁻1 T⁻². അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇത് കിട്ടുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത ക്വാണ്ടിറ്റി എന്താ നോക്കാം, എന്താ, സ്ട്രെയിൻ ആണല്ലേ. സ്ട്രെയിൻ എന്താ, സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു റേഷ്യോ ആണ്. എന്ത് കാണിക്കുന്ന റേഷ്യോ ആണ്, ഈ ഒരു ബോഡിക്ക് ഇങ്ങനെ നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡീഫോർമേഷൻ എത്രത്തോളം ഡീഫോർമേഷൻ അതിൻ്റെ ഒറിജിനൽ ആയിട്ടുണ്ടാകുന്ന ഡയമെൻഷനിൽ നിന്ന് എത്രത്തോളം ഡീഫോർമേഷൻ ഈ ഒരു പർട്ടിക്കുലർ സോളിഡിന് സംഭവിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റേഷ്യോ ആണ് സ്ട്രെയിൻ. അപ്പോൾ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്ത് തമ്മിലുള്ള റേഷ്യോ ആയിരിക്കും, ഡീഫോർമേഷൻ്റെയും ഒറിജിനൽ ഡയമെൻഷൻ്റെയും തമ്മിലുള്ള റേഷ്യോ ആയിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡിസ്റ്റോർഷൻ ഓർ ഡീഫോർമേഷൻ ടു ദ ഒറിജിനൽ ഡയമെൻഷൻ. ഇഫ് സ്ട്രെയിൻ ഈസ് ഒബ്സർവ്ഡ് ഇൻ ലെങ്ത് ഇറ്റ് ഈസ് കോൾഡ് ലീനിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് പറയുന്നത്, ഡിസ്റ്റോർഷൻ അല്ലെങ്കിൽ ഡീഫോർമേഷൻ. ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ ഡീഫോർമേഷൻ പറഞ്ഞാൽ ഒന്നാണ്, അതും ഒറിജിനൽ ഡയമെൻഷനും തമ്മിലുള്ള റേഷ്യോ ആണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രെയിൻ പല രീതിയിലുണ്ട് എന്ന് വെച്ചാൽ ഈ ഒരു ഡീഫോർമേഷൻ ഉണ്ടാകുന്നത് ലീനിയർ ആയിട്ടാണ്, ലെങ്ത് വൈസ് ആണ് വെച്ചാൽ നമുക്ക് അതിനെ ലീനിയർ സ്ട്രെയിൻ എന്ന് വിളിക്കാം. ലീനിയർ സ്ട്രെയിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ലീനിയർ സ്ട്രെയിൻ ഈക്വൽ ടു ∆L/L എന്ന് പറയാം. ∆L എന്ന് പറയുന്നത് ആ ഒരു ഡീഫോർമേഷനാണ്, എത്രത്തോളം ഡീഫോർമേഷൻ സംഭവിച്ചു എന്ന് കാണിക്കുന്നതാണ് ∆L. ക്യാപിറ്റൽ L എന്ന് പറയുന്നത് അതിൻ്റെ ഒറിജിനൽ ഡയമെൻഷൻ. അപ്പോൾ അത് തമ്മിലുള്ള റേഷ്യോ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതാണ് ലീനിയർ സ്ട്രെയിൻ. ഇനിയിപ്പം വേറെ വോളിയത്തിലാണ് ചേഞ്ച് വരുന്നത് വെച്ചാൽ നമുക്ക് എന്ത് പറയാം, വോളിയം സ്ട്രെയിൻ എന്ന് പറയാം. പിന്നെ അതുപോലെ ഷിയർ സ്ട്രെയിനും ഉണ്ട്. അപ്പോൾ ഏതൊക്കെ തരം സ്ട്രെയിനാണ് പഠിച്ചത്,
ലീനിയർ സ്ട്രെയിൻ, അതുപോലെ വോളിയം സ്ട്രെയിൻ, അതുപോലെ ഷിയർ സ്ട്രെയിൻ, 3 പിന്നെ ഈ സ്ട്രെയിൻ എന്നുള്ളത് ഒരു യൂണിറ്റ്ലെസ് ആൻഡ് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ്. യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല. അപ്പോൾ നേരത്തെ നമ്മൾ സ്ട്രെസ്സ് പഠിച്ചപ്പോൾ അതിൻ്റെ യൂണിറ്റ് പഠിച്ചു, അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയും പഠിച്ചു. പക്ഷേ സ്ട്രെയിനിന് അങ്ങനെ ഒരു ഡയമെൻഷനും ഇല്ല, യൂണിറ്റും ഇല്ല. എന്തുകൊണ്ടായിരിക്കും ഇല്ലാത്തത്? നമുക്ക് ഈ ഒരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അതൊരു റേഷ്യോ ആണ്. എന്ത് തമ്മിലാണ്? ലെങ്ത്താണ്. 2 തരം ലെങ്ത്താണ് കാണിച്ചിട്ടുള്ളത്. ഒന്ന് ഡീഫോർമേഷൻ സംഭവിച്ചിട്ടുള്ള ആ ഒരു പുതിയ ലെങ്ത്തും, ഡിഫോർമേഷൻ ലെങ്ത്തും, അതുപോലെ ഒറിജിനലുള്ള ലെങ്ത്തും. അപ്പോൾ രണ്ടും ലെങ്ത്താണ്. നമ്മളതിനൊരു യൂണിറ്റ് എടുക്കുമ്പോൾ എങ്ങനെയാണ്? സാധിക്കില്ല. അതുപോലെ തന്നെ ഡയമെൻഷൻ എടുക്കുകയാണെങ്കിലും അപ്പം ഇവിടെ എല്ലാണ്. ലീനിയർ സ്ട്രെയിനിൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ രണ്ടും എല്ലാണ്. അപ്പോൾ ഡയമെൻഷണൽ ഫോർമുല എഴുതുകയാണെങ്കിൽ എന്താ? മുകളിലും എല്ല് വരും, താഴെയും എല്ല് വരും. അപ്പോൾ എല്ലും വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അതായത് ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും എല്ല് തന്നെ വരും. അപ്പോൾ നമുക്കത് ക്യാൻസൽ ചെയ്ത് പോവും. സോ ഡയമെൻഷൻ കിട്ടില്ല. അതുപോലെ തന്നെ യൂണിറ്റിൻ്റെ കാര്യം വരുന്നത് ഒരു റേഷ്യോ ആയതുകൊണ്ട്, അതായത് ഇപ്പം ലീനിയർ സ്ട്രെയിൻ ആണെങ്കിൽ ലെങ്ത്തിൻ്റെ രണ്ട് ലെങ്ത്താണ്. ഡീഫോർമേഷൻ സംഭവിച്ച ലെങ്ത്തും ഒറിജിനൽ ലെങ്ത്തും അത് തമ്മിൽ, അതായത് അതിൻ്റെ ഓൾറെഡി ഉള്ള ഡയമെൻഷൻ ലെങ്ത്തും, അപ്പോൾ അത് തമ്മിലാണ് നമ്മൾ എടുക്കുന്ന റേഷ്യോ. അപ്പം അതിന് യൂണിറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ വോളിയം ആണെങ്കിലും ഷിയർ ആണെങ്കിലും ഒക്കെ എന്താ? ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും വരുന്നത് സെയിം ക്വാണ്ടിറ്റി, സെയിം സംഭവങ്ങളാണ് അല്ലേ? ക്വാണ്ടിറ്റികളാണ്. അപ്പോൾ എന്തായാലും ഡയമെൻഷനും എഴുതാൻ പറ്റില്ല, യൂണിറ്റും എഴുതാൻ പറ്റില്ല. അപ്പോൾ സ്ട്രെയിൻ ഈസ് എ യൂണിറ്റ്ലെസ് ആൻഡ് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അതിന് യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല. അപ്പോൾ ഇത്രയാണ് ബേസിക് കോൺസെപ്റ്റ്സിൽ നമുക്ക് പറയാനുള്ളത്.